നമുക്ക് അലീനയുടെയും മനുഷ്യങ്കന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലേന്ദ്രനെ വിളിച്ച് ശിവശങ്കരൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, തങ്ങൾ ഇന്ന് വരൂ എന്നുള്ള കാര്യം. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ പോരെ ശിവേട്ടാന്ന് പറയണ. ആ സമയത്ത് ശിവശങ്കരൻ പറഞ്ഞു, അതെ, തിരുവനന്തപുരത്ത് നിന്ന് രാവണ്യമ്മാവിന്റെ മക്കളും കൂടെ വന്നാൽ മതി, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരും. അല്ല, അവളിന്ന് എറണാകുളത്തിന് പോകാമെന്നോ മറ്റോ കേട്ടല്ലോ. അവള് പോകുവാണെങ്കിൽ അവൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൈക്ക് പണി കൂടുമെന്ന് പറയാം. ഭാര്യേന്ദ്രൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാ, നമുക്ക് നോക്കാം. പിന്നെ ഈ തള്ളു കേട്ടോണ്ടിരിക്കുകയാണെന്ന് എനിക്ക് സമയമില്ല. അതും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് കോള് കട്ട് ചെയ്തു. ഈ സമയത്ത് ശിവശങ്കരൻ രാജീവനോടും കമലോടും പറഞ്ഞു, അയാളുടെ ഭയങ്കര അങ്ങനെ വലിയ ആളാന്നുള്ള രീതിയിലുള്ള സംസാരമാണ്. നമ്മളും ചെയ്താൽ ഒന്നുമില്ലാത്ത പോലെ. സാരമില്ല, അവൾ പോവാണേ പോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ചെന്ന് പണിയൊക്കെ കൊടുക്കാമെന്ന് പറയണേ. ഇതേ സമയത്ത് അലീന കൃഷ്ണമോൾക്കുള്ള ടിഫിനൊക്കെ എടുത്ത് ബാഗിനകത്ത് വെച്ചു. അങ്ങനെ എല്ലാം എടുത്ത് പെറുക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് പറഞ്ഞു, ചേച്ചി എന്ത് എറണാകുളത്ത് നിന്ന് അവർ വരുവാണെങ്കിൽ ആ ഒപ്പം പോയിക്കോണമെന്ന് പറയണം. അത് നമ്മൾ അങ്ങനെ പറഞ്ഞ്, വേണ്ട ചേച്ചി ഇവിടെ നിൽക്കണ്ട. ചേച്ചി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അമ്മയുടെ ആങ്ങളമാരൊക്കെ വരുമല്ലോ, അവർ ചേച്ചി ഉപദ്രവിക്കാൻ മറ്റോ ചെയ്തല്ലോ, അതുകൊണ്ട് ചേച്ചി ഇവിടെ നിൽക്കണ്ട, അവരോടൊപ്പം പോയിക്കോണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭാഗമൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് തിരിയുമ്പോഴത്തേനുമാണ് വൈജയന്തിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയം കൃഷ്ണമോൾ അങ്ങോട്ട് നടന്നിട്ട് പെട്ടെന്ന് അലീനയുടെ അടുത്ത് തിരിച്ചു വന്നിട്ട് ചോദിച്ചു, അല്ല ചേച്ചി എറണാകുളത്തിന് പോയിട്ട് എന്നാ തിരിച്ചു വരുന്നേ? 2 അല്ലെങ്കിൽ 3 ദിവസം എന്ന് പറയണം. അങ്ങനെ കൃഷ്ണമോൾ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേനും അവിടെ ഇരുന്നിട്ട് ഭവിത പറഞ്ഞു, ഒരു കാര്യം പറയാം, നീ ഇന്ന് പോകാതിരിക്കുവാണെങ്കിൽ നിനക്ക് നല്ലൊരു തല്ല് കാണാമെന്ന് പറയണം. ഓ, തല്ലല്ലേ? അതെന്താണെങ്കിലും എനിക്കിപ്പോൾ കാണണ്ട. ഒരു കാര്യം ചെയ്യുക, ബബിതയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു വീഡിയോ എടുത്ത് വെച്ചേരെ, ഞാൻ വൈകുന്നേരം വരുമ്പോൾ അത് കണ്ടോളാം. അത് നിനക്ക് വേണ്ടി ഞാൻ വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്. അല്ല, ഇനിയിപ്പം നീ വരുമ്പോഴത്തേനും അവരിവിടെ കാണത്തില്ലല്ലോ. അല്ലല്ല, ഞാൻ വരുമ്പോൾ അവരിവിടെ കാണും. ഞാൻ പറഞ്ഞേക്കാം അവരോട് ഇവിടെ നിൽക്കാനായിട്ട്. അങ്കിളിനെ ഫോൺ വിളിച്ച് പറയാം. എന്താ, അത് മതിയാ ബബിതേച്ചിക്കെന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് ഒട്ടും സഹിച്ചില്ല. അച്ഛൻ്റെ മോള് തന്നെ. അതെ, ഞാൻ അച്ഛൻ്റെ മോളാ. അമ്മയ്ക്കൊരു മോളുണ്ടല്ലോ ഇവിടെ. അതും പറഞ്ഞിട്ട് കൃഷ്ണ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ബബിത പറഞ്ഞു, എന്നെ ഉദ്ദേശിച്ച അവള് പറഞ്ഞത്, എന്നെ മാത്രം ഉദ്ദേശിച്ച അവൾ കിട്ടിയാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ബബിത ഇങ്ങനെ പിറുപിറുത്തു. ആ സമയം മാമച്ചനും ഗ്രേസമ്മയും രേവതി കുട്ടിയും കൂടെ അലീനയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അങ്ങനെ വരുവാണ്. അപ്പോൾ വരുന്ന വഴിക്ക് പറയിരുന്നിട്ട് രേവതി കുട്ടി ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഗ്രേസം പറഞ്ഞു, ഇവളിങ്ങനെ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയും, ഒടുവിൽ നമ്മൾ എവിടെ എത്തി നിൽക്കും. അപ്പോഴേക്ക് രേവതിക്കുട്ടി പറഞ്ഞു, ഞാൻ കൃത്യമായിട്ടുള്ള സ്ഥലമൊക്കെ പറഞ്ഞു തരുന്നത്, എനിക്കറിയാം ലെഫ്റ്റ് റൈറ്റും ഒക്കെ. പിന്നെ അറിയാം ആർക്കറിയാം, കണ്ടറിയാന്നൊക്കെ പറയണം. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, അതെ, ഇവള് ചിലപ്പോൾ ഫോൺ തലതിരിച്ച് പിടിച്ചിട്ടാണോ പറയണമെന്നും അറിയാൻ പറ്റില്ല. ഓ, മാമച്ചൻ ഞങ്ങൾ അത്രയ്ക്ക് എന്നെ കളിയാക്കൊന്നും വേണ്ട. കേസമ്മ പറഞ്ഞു, ദൈവമേ, ഇവളൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും? എന്ത് കല്യാണപ്രായമായ പെണ്ണ, എന്നിട്ട് അവൾക്ക് ഒന്നും അറിയില്ല എന്ന് പറയണ. അതെ, എന്നെ അത്രയ്ക്ക് കളിയാക്കൊന്നും വേണ്ട. കല്യാണപ്രായമായിട്ടുണ്ടെങ്കിലേ കണ്ടോ, ഞാനും ഏതെങ്കിലും ഒരു കോന്നൻ്റെ തലയിൽ കയറുമെന്ന് പറയണ. കോന്നൻ്റെ തലയിലോ? കണ്ടില്ലേ മാമച്ചായ, ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ? അതെ, ആൻറ്റിക്ക് കിട്ടിയ ചക്കനേക്കാളും നല്ലൊരു പയ്യനായിരിക്കും എനിക്ക് കിട്ടാൻ പോണേന്ന് പറയാം. അപ്പം മാമച്ചനോട്ടൊരു കുത്തു കൊടുക്കുക. മാമച്ചൻ പറഞ്ഞു, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കാന്താരി, വീട്ടിൽ ചെല്ലട്ടെ, ഇതിനുള്ള നിനക്കിട്ട് ഞാൻ തരാമെന്നൊക്കെ പറയണ. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് ഒരേ കളിയും ചിരിയൊക്കെ ആയിട്ട് അവർ നേരെ കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണ്. അതേസമയം അലീന ബാലേന്ദ്രന് ഒരു നെല്ലിക്ക ജ്യൂസൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രന് തൻ്റെ തോക്കൊക്കെ എടുത്ത് ഇങ്ങനെ ഒന്ന് തൂത്തുപെറുക്കി വെച്ചോണ്ടിരിക്കുവാണ്. കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം അലീനയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ടായി. പെട്ടെന്ന് അലീന ചോദിച്ചു, അല്ല അച്ഛൻ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ്. ബാലേന്ദ്രൻ പറഞ്ഞു, ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ലൈസൻസിന് വേണ്ടി അപേക്ഷ കഴിഞ്ഞപ്പം അവർക്ക് തോന്നി ആവശ്യമുണ്ടെന്ന്, അതുകൊണ്ടല്ലേ എനിക്ക് ലൈസൻസ് തന്നേ. ഓ, അങ്ങനെ ഒരു മറുപടി തന്നെന്ന് പറയണം. എന്താ, എൻ്റെ ഉത്തരം നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കുക. അപ്പോഴേക്കും അലീന ഒന്ന് ചിരിച്ചു. ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, നമുക്ക് ഒരു സ്വയം കരുതലൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാ, നീ പേടിക്കുമൊന്നും വേണ്ട. അല്ല, ഇതെന്ത് ജ്യൂസാ? നെല്ലിക്ക ജ്യൂസോ? ഓ, ഞാൻ കരുതി വല്ല മിൽക്ക് ഷേക്കും വല്ലതുമായിരിക്കുമെന്ന്. ഓ, നെല്ലിക്ക ജ്യൂസാണോ? അതെ, ഇപ്പോൾ തൽക്കാലത്തെ ഹാർട്ട് പേഷ്യൻ്റ് ഇതൊക്കെ മതി, ഇതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാനായിട്ട് നീ ഒന്നും കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്തിൽ അലീന നെഞ്ചിനകത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ബാലേന്ദ്രൻ്റെ മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇനി വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു പോലും അറിയത്തില്ല. ആ ഒരു ടെൻഷൻ ബാലേന്ദ്രൻ്റെ മുഖത്ത് കാണാനും ഉണ്ടായിരുന്നു. പിന്നീട് കുറേ സമയം കഴിഞ്ഞ് ഇപ്പം ഗ്രേസമ്മയും മാമച്ചനെയും രേവതിക്കുട്ടിയും കൂടെ കടപ്പാട്ട് വീടിന് അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോൾ അവിടെ വീടിൻ്റെ അടുത്ത് എത്താറായി കഴിഞ്ഞപ്പോഴത്തേനും അവർക്കൊരു സംശയം. കാരണം ഗൂഗിൾ മാപ്പ് നോക്കിയൊക്കെ വരുന്നത്, വീട് എന്താണെന്നും അറിയത്തില്ല. അപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, അതെ, ലെഫ്റ്റാണെന്ന് തോന്നിയെന്ന് പറയണം. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, റൈറ്റ് ആയിരിക്കണം എന്ന് പറയണം. റൈറ്റ് അല്ല അങ്കിളെ, ലെഫ്റ്റാന്ന് പറയണം. അല്ല, നീ പറയുന്ന കാര്യങ്ങൾ റൈറ്റ് ആയിരിക്കണം. ഓ, അങ്ങനെ
ആരോടാ ചോദിക്കുന്നവർക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് രേവതിക്കുട്ടി പറഞ്ഞു, അതെ ഈ ഗേറ്റിനകത്തേക്ക് കയറ്റിക്കോളാൻ പറയണ. ഇതിനകത്തേക്കോ? കണ്ടില്ലേ നെടുമ്പുരയ്ക്കലെന്ന് ആ ഗേറ്റിന് സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നു. ഓ മനസ്സിലായി. അങ്ങനെ അവർ അതിനകത്തേക്ക് മാമച്ചൻ വണ്ടി കയറ്റി. അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസം വെച്ചു, ഓ ഇതാണല്ലേ വീട്. എന്താ ആൻറ്റി നേരത്തെ വന്നിട്ടുണ്ടോ? അല്ല ഞാനും കൂടെ പറഞ്ഞതാ. അങ്ങനെ അവർ ചെന്ന് കോളിംഗ് ബെല്ലിലേക്ക് അമർത്തുവാണ്. ആ സമയത്ത് വൈജയന്തി ഹാളിലേക്ക് വന്നു. അപ്പോഴേക്കും അലീനെ വന്ന് കഥ തുറക്കുവാണ്. രേവതിക്കുട്ടിയെ മാമച്ചനെ അവരെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ആ അങ്കിള് ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോട് സംസാരിക്കുന്ന സമയത്ത് രേവതിക്കുട്ടി പറഞ്ഞു, ഓ എന്നെ കണ്ടില്ലായിരിക്കും അല്ലേ? അയ്യോ നിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? എന്താ അലീന ചേച്ചി ഇത് ഒരു തണുപ്പും മട്ട്? പഴയതുപോലെയുള്ള സ്നേഹമൊന്നും എന്നോടില്ലേ? സ്നേഹമുണ്ട്. നിന്നെ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് ജീവനുള്ളിടത്തോളം കാലം സ്നേഹമുണ്ടെന്ന് പറയണം. ഓ അപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാലോ? ഓ മരിച്ചു കഴിയുമ്പോഴത്തെ കാര്യമല്ലേ, നീ വെറുതെ ഇങ്ങനെ എഴുതാപ്പുറമൊന്നും വായിക്കണ്ട. പിന്നീട് എല്ലാവരെയും വിളിച്ചു കയറ്റി അകത്തേക്ക് അങ്ങോട്ട് കൊണ്ടുചെല്ലുവാണ്. അകത്താണെങ്കിൽ ഈ സമയം വൈജയന്തി ഉണ്ടായിരുന്നു. അങ്ങനെ അവരങ്ങോട്ട് അകത്തേക്ക് കയറി വന്നിട്ട് അലീനെ പറഞ്ഞു, ദേ മാഡം ഇത് രേവതിക്കുട്ടി എന്ന് പറഞ്ഞ് രേവതിക്കുട്ടിയെ പരിചയപ്പെടുത്തുകയാണ്. അത് അങ്കിളും ആൻറ്റി എന്നൊക്കെ പറയണം. ഓ ഇവളാണോ ഓർഫനേജ് നിന്നോടൊപ്പം ഉണ്ടായിരുന്നേ? അല്ല അനുജത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിചാരിച്ചു. ആ സമയം രേവതിക്കുട്ടിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. രേവതിക്കുട്ടി പറഞ്ഞു, ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചേച്ചിയുടെ മാഡത്തിൻ്റെ സ്വഭാവം ആ നിപ്പും മട്ടുമൊക്കെ കണ്ടാൽ തന്നെ അറിയാം. അതേ ചിരി അതേ സംസാരം എന്നൊക്കെ പറയുമ്പോഴത്തേനും വൈജയന്തി ഇങ്ങനെ രേവതിക്കുട്ടി ഒന്ന് രൂക്ഷമായിട്ട് നോക്കുവാണ്. ആ സമയത്ത് വൈജയന്തി പറഞ്ഞു, അല്ല നിങ്ങളൊക്കെ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക. അലീന പറഞ്ഞു, അതെന്നെ കാണാനായിട്ട്. കാണാൻ മാത്രമുള്ളോ? ദേ പറ്റുമെങ്കിൽ പോകുമ്പോൾ ഇവളെയും കൂടെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണം. ഒരു ശല്യം ഒഴിവായി കിട്ടുമല്ലോ. എങ്ങനെയെങ്കിലും ഈ മാറണ വീട്ടിൽ നിന്ന് പോകണം എന്നോർത്ത് ഞാൻ ഓരോ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ അലീനയോടും രേവതിയോടും മാമച്ചനോടും ഒക്കെ പറയുന്ന സമയത്ത് ഗ്രേസമ്മയ്ക്കാണെങ്കിൽ നല്ല സങ്കടവും ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം വൈജയന്തി അല്ല ഇങ്ങനെ പറയണേ. വൈജയന്തിയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അവർ ഇത്രയ്ക്കൊരു വൃത്തിയുടെ സ്വഭാവമുള്ള സ്ത്രീയാന്ന് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ നിങ്ങൾ എൻ്റെ മുറിയിലേക്ക് വാ, നമുക്ക് മുത്തശ്ശിയുടെ മുറി ഇരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയും മാമച്ചനെ ഒക്കെ എല്ലാവരുമായിട്ട് നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. വൈജയന്തി അവരെ രൂക്ഷമായിട്ട് നോക്കുവാണ്. അങ്ങനെ മുറി വന്നു കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മുറി. രേവതിക്കുട്ടി പറഞ്ഞു, ആഹാ മുറിയെ കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ടല്ലേ? അതെ ഞാനും മുത്തശ്ശി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറിയില്ലേ, ഇപ്പം മുത്തശ്ശി ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അല്ല ഈ കട്ടിലാണോ നിന്റെ മുത്തശ്ശി കിടന്നുകൊണ്ടിരുന്നത്? അതെ. അപ്പം നീ എവിടെയാ മോളെ കിടക്കണേ? ഞാൻ ഇത് ഇവിടെയെന്നും പറഞ്ഞുകൊണ്ട് അലീന ആ തറ കാണിച്ചു കൊടുത്തു. തറയിലാണോ കിടക്കണേ? അതെ തറയിൽ കിടക്കണതിൻ്റെ സുഖം വേറെയാ. ഒരു പാവിരിച്ച് വെളുപ്പിന് 5 മണി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. വേണമെങ്കിൽ പറയുവാണെങ്കിൽ എനിക്കൊരു കട്ടിലൊക്കെ ഇട്ട് തരും. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല. തറയിൽ കിടക്കുന്നതിൻ്റെ സുഖം കട്ടിലേ കിടന്നാൽ കിട്ടില്ലല്ലോ. അപ്പോഴേക്കും രേവതിക്കുട്ടിക്ക് കാര്യം മനസ്സിലായി. രേവതിക്കുട്ടി പറഞ്ഞു, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കെന്ത് ഭാഗ്യം ചേച്ചി, എനിക്ക് കട്ടിലും ബെഡും എല്ലാം ഉണ്ട്. ശരിക്കും ഞാൻ എന്തോ ഒരു പുണ്യം ചെയ്ത പോലെ എനിക്ക് തോന്നുന്നേ. ആ സമയത്ത് അലീന പറഞ്ഞു, അതെ അങ്ങനെ തന്നെ വേണം, നിനക്കെങ്കിലും ആ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടട്ടെ എന്നൊക്കെ പറയാണ്. അതിനുശേഷം പറഞ്ഞു, ഇനി നിങ്ങൾ വാ, കാരണം അവർക്ക് ചായ കുടിക്കാനോ അങ്ങനെയൊന്നും കുടിക്കാനോ കഴിക്കാനോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. രേവതിക്കുട്ടിക്ക് അലീനയെ കണ്ടതിന് സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ആദ്യം നമുക്ക് ബാലേന്ദ്രൻ സാറിനെ കാണാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരുങ്ങുവാണ്. പിന്നീട് ബാലേന്ദ്രൻ്റെ മുറിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, ഇത് രേവതിക്കുട്ടി എന്നൊക്കെ പറയണേ. രേവതിക്കുട്ടിയെ മാമച്ചനെ ഗ്രേസമ്മയൊക്കെ പരിചയപ്പെടുത്തുവാണ്. ആ സമയം അലീന ചോദിച്ചു, അല്ല ഇവർ വരുന്ന കാര്യങ്ങൾ നീ ഇന്നൊന്നും പറഞ്ഞില്ലെന്നാണ് എൻ്റെ ഓർമ്മ. അത് പിന്നെ രാവിലെ വിളിച്ചു പറഞ്ഞെന്ന് പറയാം. ഓ അങ്ങനെയാണല്ലേ. പിന്നീട് രേവതിക്കുട്ടിയോട് ചോദിച്ചു, എന്തെടുക്കുന്നു എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ പഠിക്കുക. അല്ല ആരാ പഠിപ്പിക്കുന്നേ? അങ്കിളും ആൻറ്റിയാ പഠിപ്പിക്കണേന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പിന്നീട് ചോദിച്ചു, അല്ല ഇവർക്ക് കുടിക്കാനോ ചായ കാപ്പി എന്തെങ്കിലും കൊടുത്തോ, ജ്യൂസ് എന്തെങ്കിലും? കൊടുത്തില്ല. കൊടുക്കാൻ ഇപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അതിവരങ്ങനെയൊക്കെ പറയും, പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മളിത് കൊടുക്കണ്ടേ? അല്ല നിങ്ങൾക്ക് എന്താ വേണ്ടാന്നൊക്കെ പറഞ്ഞേ. ആ സമയത്ത് ഭയങ്കര സങ്കടത്തോടുകൂടി ഗ്രേസം പറഞ്ഞു, അല്ല ഞങ്ങൾ വന്ന് കയറിയപ്പോൾ കിട്ടിയ സ്വീകരണം അതുപോലത്തെ ആയിരുന്നു. അതങ്ങനെയൊക്കെ വരത്തുള്ളൂ. അല്ല ലീന ഇവരോട് പറഞ്ഞില്ലേ വൈജയുടെ സ്വഭാവത്തെക്കുറിച്ച്? ഞാനതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, അവളുടെ സ്വഭാവം അങ്ങനെയാ. പിന്നീട് അലീന പറഞ്ഞു, അതെ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കണം ഇവരോടൊപ്പം. അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു ബാലേന്ദ്രൻ ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അലീന ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാ വന്നത്. അലീന പറഞ്ഞു, ഞാൻ ബസ്സിന് കയറി പോയിക്കോളാന്ന് പറഞ്ഞ, പക്ഷെ രേവതിക്കുട്ടി സമ്മതിച്ചില്ല. അതുകൊണ്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്ന.
അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു ഇനിയിപ്പോൾ അധികം താമസിക്കുന്നില്ല, എങ്കിൽ ഞങ്ങളങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയം സന്തോഷത്തോടു കൂടിയിട്ട് രേവതിക്കുട്ടി അലീനയുടെ കയ്യെ പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു ബാ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോയി. പിന്നീട് അലീന മുറിയിലേക്ക് വന്ന് തൻ്റെ സാധനങ്ങളൊക്കെ ഭായിനകത്തെടുത്ത് വെക്കുവാണ്. അപ്പോഴേക്കും രേവതിക്കുട്ടി അവിടേക്ക് ചുറ്റും പുറകൊക്കെ നോക്കി. അങ്ങനെ ഒരു കബോർഡ് തുറന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് ബ്രിജിത്താമ്മയുടെ ഫോട്ടോ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടിക്കും ഭയങ്കര സങ്കടമായി. ആ സമയം രേവതിക്കുട്ടി അലീനയോട് ചോദിച്ചു, അല്ല ചേച്ചി, ചേച്ചിക്ക് ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അതൊന്നും എനിക്ക് അറിയത്തില്ല മോളെ, എങ്ങനെ എന്താണെന്നും അറിയത്തില്ല. അല്ല ഇന്നിവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ അല്ലേ നടക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. നമുക്ക് നോക്കാം ഇനി ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുള്ള. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റിട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് അലീന ഡ്രസ്സ് മാറാൻ മുറിയിലേക്ക് കയറി. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി വന്ന് ഭാഗമൊക്കെ എടുത്തിട്ട് അവർ പുറത്തേക്ക് വരുമ്പോഴത്തേനും ഗ്രേസമ്മയും മാമച്ചനോടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് രേവതിക്കുട്ടി ചോദിച്ചു എന്നാൽ നമുക്കിനി ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. ബാലേന്ദ്രൻ്റെ മുറിയിൽ നിന്ന് അതേ അച്ഛൻ വിളിക്കുന്നുണ്ട്, എന്താന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ മുറിയിലേക്ക് കയറി ഓടി. എന്താ അച്ഛനെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. പോവാൻ ഒരുങ്ങിയല്ലേ? അതെ. പോണം നിർബന്ധമുണ്ടോയെന്ന് ചോദിച്ചു. എന്താ അച്ഛാ അങ്ങനെ പറഞ്ഞേ? എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. നീ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം നിന്നെ അപകടപ്പെടുത്താനായിട്ട് അവർ ശ്രമിക്കുമെന്ന്. അപകടപ്പെടുത്താനോ? അതെ, ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വിശ്വാസക്കുറവാണ് നിൻ്റെ കാര്യത്തിൽ. ചിലപ്പോൾ വീടൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവർ മാമച്ചൻ്റെ വീട്ടിലേക്ക് വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമോ? നിന്നെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് അടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റില്ല. എനിക്ക് പേടിയുണ്ട് നിൻ്റെ കാര്യത്തിൽ. എനിക്കൊരു വിശ്വാസം പോരാ നീ അങ്ങോട്ടേക്ക് പോകുന്നോണ്ട് എന്ന് പറയണം. അത് കേട്ടപ്പോൾ അലീന എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അതിന് ഞെട്ടലോടുകൂടി നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. എൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.